തൊട്ടടുത്ത ദിവസം വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ ആദം മെഴ്സി ഫാമിലേക്ക് പോയി. 6 മണിക്ക് നാഴികമണി ഒച്ചയുണ്ടാക്കുന്നതിനും അല്പം മുമ്പായിട്ടാണ് ആദം തിരിച്ചെത്തിയത്. അയാളുടെ മുഖം നന്നായി വിളറി വെളുത്ത് ശോകമുഖമായിരുന്നെങ്കിലും ഉന്മേഷത്തിനും ജാഗ്രതയ്ക്കും അല്പം പോലും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ആദമിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടെന്നവണ്ണം വൃദ്ധനായ നഥാനിയേൽ പറഞ്ഞു, ഒരു യുദ്ധം അനിവാര്യമായിരിക്കുന്നു അല്ലേ ആദം? ആട്ടെ, എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് വ്യക്തമായും പറയൂ. ഇത്രയും പറഞ്ഞിട്ട് നഥാനിയേൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കാനെന്നവണ്ണം ആദമിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒരു കസേര വലിച്ചിട്ടിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ ലില്ലയും മിമയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വാട്ട്ഫോർഡ് കൃഷിയിടത്തിലായിരുന്നു. മുൻപത്തെ പോലെ തന്നെ മിസ്സിസ് വാട്ട്ഫോർഡ് എന്നെ എല്ലാ ആദരവോടെയും സ്വീകരിച്ചു. എൻ്റെ സാന്നിധ്യം മിമയെ വല്ലാതെ സന്തോഷിപ്പിച്ചതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ അവിടെ എത്തിയ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മിസ്റ്റർ കാസ്വാളും അങ്ങോട്ട് എത്തിച്ചേർന്നു. അയാൾ ആ സമയത്ത് അവിടേക്ക് എത്തിയതിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് എൻ്റെ നീക്കങ്ങൾ അയാളോ അല്ലെങ്കിൽ അയാൾ ഏർപ്പെടുത്തിയ മറ്റാരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. മിസ്റ്റർ കാസ്വാളിന് പിന്നാലെ അയാളുടെ ഭൃത്യനായ നീഗ്രോയും കിതച്ചുകൊണ്ട് എത്തിച്ചേർന്നു. അയാളുടെ കിതപ്പിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായത് എൻ്റെ നീക്കങ്ങളെ നിരീക്ഷിച്ചിരുന്നത് ആ നീഗ്രോ തന്നെ ആയിരിക്കുമെന്നാണ്. മിസ്റ്റർ കാസ്വാളാകട്ടെ പുറമെ ശാന്തനും അക്ഷോഭിനുമൊക്കെ ആയിരുന്നെങ്കിലും അയാളുടെ മുഖഭാവം അപ്പോഴും ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആ കാർക്കശ്യ ഭാവത്തോടെ തന്നെയായിരുന്നു. അസഹ്യമായി വെറുപ്പ് പ്രകടമാക്കുന്നതായിരുന്നു അയാളുടെ മുഖഭാവം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ അതൊന്നും പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കാതെ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. സംഭാഷണ മധ്യേ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങൾക്കും അയാൾ തുറന്ന മനസ്സോടെ തന്നെ മറുപടിയും പറഞ്ഞു. ആ നീഗ്രോയാകട്ടെ കുറേ നേരം അവിടെ അനക്കമില്ലാതെ നിന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ അപ്രത്യക്ഷനാവുകയും ചെയ്തു. മിസ്റ്റർ കാസ്വാളിൻ്റെ കണ്ണുകളാകട്ടെ ഏത് സമയത്തും ലില്ലയുടെ ശരീരത്തിൽ തന്നെ തറച്ചു നിന്നു. അയാളുടെ ആ തുറിച്ചുനോട്ടം അസഹ്യമായിരുന്നെങ്കിലും അതിൽ അസ്വാഭാവികമായി യാതൊന്നും കണ്ടെത്താനും കഴിയുമായിരുന്നില്ല. എന്നാൽ അയാളുടെ കട്ടികൂടിയ പുരുകങ്ങൾ ഇടയ്ക്കിടെ ചുളിയുകയും കീഴ്ത്താടി വലിഞ്ഞു മുറുകുകയും ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോലും ആ തുറിച്ചുനോട്ടം ശ്രദ്ധിക്കുമായിരുന്നില്ല. പക്ഷേ വളരെ സാധാരണ എന്ന പോലെ തുടങ്ങിയ ആ തുറിച്ചുനോട്ടം അല്പസമയത്തിനുള്ളിൽ തന്നെ തീക്ഷ്ണമാകാൻ തുടങ്ങി. അത് കണ്ടു നിൽക്കുക അസഹ്യമായിരുന്നു. ആ കണ്ണുകളിൽ നിന്നും അഗ്നി വർഷിക്കുന്നത് പോലെ ലില്ലയാകട്ടെ ആദ്യ ദിവസം സംഭവിച്ചതുപോലെ തന്നെ അയാളുടെ നോട്ടത്തിൽ അസ്വസ്ഥയാവുകയും അസുഖകരമായ എന്തെല്ലാമോ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും അവൾ പരമാവധി ധൈര്യപൂർവ്വം തന്നെ അയാളെ ചെറുത്തു നിൽക്കാനും പരിശ്രമിക്കുന്നുണ്ട്. അവൾ എത്രമാത്രം അസ്വസ്ഥയാകുന്നുവോ അതിനനുസരിച്ച് തന്നെ മിസ്റ്റർ കാസ്വാളിൻ്റെ തുറിച്ചുനോട്ടം അതിരുവിടുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. തൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് ഹിപ്നോട്ടിക് പരമായതും മാസ്മരിക പ്രഭാവം ദ്യോതിപ്പിക്കുന്നതുമായ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുത്ത് തന്നെയാണ് അയാൾ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ലില്ലയുടെയോ മിമയുടെയോ ശ്രദ്ധയിൽപ്പെടാതെ അയാൾ 4 പാടുമെന്ന് കണ്ണോടിച്ചതിന് ശേഷം തൻ്റെ വലതു കൈ ഉയർത്തി എന്തോ ആംഗ്യം കാണിച്ചു. അയാളുടെ കൈ ഉയർത്തൽ തൻ്റെ നീഗ്രോയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായി. കാരണം അയാൾ കൈ ഉയർത്തി കാണിച്ച ആ നിമിഷം തന്നെ ഒരു തസ്കരനെ പോലെ പതുങ്ങി ആ നീഗ്രോ തുറന്നു കിടന്ന വാതിലിലൂടെ മുറിക്കകത്തേക്ക് പ്രവേശിച്ചു. നീഗ്രോ മുറിയിൽ പ്രവേശിച്ചതോടെ മിസ്റ്റർ കാസ്വാളിൻ്റെ തുറിച്ചുനോട്ടം അതിൻ്റെ എല്ലാ അതിരുകളും ഭേദിക്കാൻ തുടങ്ങി. ആ തുറിച്ചുനോട്ടം താങ്ങാനാവാതെ ലില്ല അവിടെ ഇരുന്ന് കുളയുകയാണ്. അവൾ ആകെ തകർന്നു തുടങ്ങിയിരുന്നു. ചേച്ചി ആകെ അവശയാണെന്ന് മനസ്സിലാക്കിയ അനുജത്തി പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ സമീപത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. മിമയുടെ സാമീപ്യം ലില്ലയുടെ ബോധമനസ്സിന് കൂടുതൽ ഉണർവുണ്ടാക്കുകയും അവൾ കുറച്ചുകൂടി മനസാന്നിധ്യം കൈവരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മിമ എത്തിയതോടെ മിസ്റ്റർ കാസ്വാളിൻ്റെ ഹിപ്നോട്ടിക് നോട്ടം അയാൾ പ്രതീക്ഷിച്ച പോലെ ഫലിക്കുന്നില്ലെന്ന് അയാളുടെ പ്രകൃതത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഈ സാഹചര്യം കുറച്ചുനേരം നീണ്ടു നിന്നതിനാൽ മിമയ്ക്കും ലില്ലയ്ക്കും അത് അനുകൂലമായി ഭവിച്ചു. ഈ സമയത്ത് തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചു. ആരോടും അനുവാദമോ ക്ഷമാപണമോ യാതൊന്നും നടത്താതെ തികച്ചും ധിക്കാരത്തോടെ എന്നവണ്ണം ലേഡി ആരബെല്ല മാർച്ച് ആ മുറിയിലേക്ക് കടന്നു വന്നു. അവർ മുറിയിലേക്ക് കടന്നത് തുറന്നു കിടന്നിരുന്ന ജനാല വഴിയാണെന്ന് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ അവർ വന്നപാടെ മുറി മുറിച്ച് കടന്ന് മിസ്റ്റർ കാസ്വാൾ നിന്നിരുന്നതിന് തൊട്ടടുത്തായി നിൽപ്പുറപ്പിച്ചു. പിന്നീടുണ്ടായത് വിചിത്ര രൂപത്തിലുള്ള കുറേ കാര്യങ്ങളാണ്. ഒരു ബലപരീക്ഷണം നടക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ ദുഷ്ടശക്തികളുടെ ഏകീകരണം, അതായത് എന്തിനും മടിക്കാത്ത മിസ്റ്റർ കാസ്വാൾ എന്ന പ്രഭുവും ദുഷ്ടശക്തിയുടെ ഉറവിടമായ ലേഡി ആരബെല്ല എന്ന വെളുത്ത വർഗ്ഗക്കാരിയും കരുത്തനായ നീഗ്രോയും, മൂവരുടെയും അവിശുദ്ധമായൊരു കൂട്ടായ്മയാണ് അവിടെ ഉടലെടുത്തത്. ആ കൂട്ടായ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ ഒന്നായിരുന്നു. പക്ഷേ താങ്കൾക്ക് മാത്രം അതിൻ്റെ തീവ്രത എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാനാവും. വ്യക്തമാക്കി പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കാനുള്ള ഒരു അന്തിമ യുദ്ധം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാനാവും. ആ ത്രിമൂർത്തികൾ തങ്ങളുടെ ദൗത്യം പൂർണ്ണ സംതൃപ്തിയോടെ നടത്തുകയാണ്. ലില്ലയിൽ ഈ കോലാഹലങ്ങളുണ്ടാക്കിയ പ്രതികരണങ്ങൾ ഭയാനകമായിരുന്നു. അവളുടെ മുഖവും ശരീരവും ഒന്നാകുകയും വിളറി വെളുത്തു വന്നു. അവളുടെ ശരീരത്തിലെ രക്തയോട്ടം പെട്ടെന്ന് നിലച്ചതുപോലെ
അവളുടെ നാഡീ ഞരമ്പുകളെല്ലാം നിശ്ചലമായതുപോലെ, അവളുടെ ശരീരത്തിന് ഒരുതരം ചാരനിറമാകുന്നത് പോലെ അവൾ വിറയ്ക്കുകയാണ്. എങ്കിലും അവൾ പിടിച്ചു നിൽക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുമുണ്ട്. അവളുടെ കാലുകൾക്ക് അവളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നതിനുള്ള ശക്തി ക്ഷയിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ഡസൻ തവണയെങ്കിലും അവൾ താഴേക്ക് പതിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടെങ്കിലും അവളുടെ കണ്ണുകൾ മിമയുടെ കണ്ണുകളുമായി ഓരോ പ്രാവശ്യവും കൂട്ടിമുട്ടുകയും മിമയിൽ നിന്നും അദൃശ്യമായ എന്തോ ഒരു ശക്തി അവളിലേക്ക് പ്രവഹിക്കുന്നതായി തോന്നുകയും അവൾ വീഴാതെ വീണ്ടും വീണ്ടും പിടിച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മിസ്റ്റർ കാസ്വാളിൻ്റെ മുഖത്തു നിന്നും അയാളിൽ അവശേഷിച്ചിരുന്ന മനുഷ്യത്വവും പൂർണ്ണമായും അപ്രത്യക്ഷമായി. അയാളുടെ കണ്ണുകൾ അതിശക്തമായി പ്രകാശിക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. ആരുടെ മുന്നിലും വഴങ്ങാത്ത, ആർക്കും അധീശനായിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പൗരാണിക റോമൻ ജനറലിൻ്റെ മുഖഭാവമായിരുന്നു അയാളുടെ മുഖത്ത് ആ സമയം ദൃശ്യമായത്. അയാളുടെ കൂട്ടാളികളാകട്ടെ അയാളിൽ അനുനിമിഷമുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ലേഡി ആരബെല്ലയുടെ ശരീരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്ന വിധത്തിലായിരുന്നു. അവർ അവരുടെ മനുഷ്യരൂപം വിട്ട് മറ്റൊന്നായി മാറുകയായിരുന്നു. അതോ ഐതിഹ്യങ്ങളിലും കെട്ടുകഥകളിലുമൊക്കെ നാം കേട്ടിട്ടുള്ളതുപോലെ അവർ ഏതോ വന്യമായ ശക്തിയെ മനുഷ്യ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും അവരുടെ മനുഷ്യത്വം പരിപൂർണമായും ഇല്ലാതാവുകയും ചെയ്തതുപോലെ. ഇനി നീഗ്രോയുടെ കാര്യം പറയാനാണെങ്കിൽ, അങ്ങ് എന്നിലേക്ക് നിരന്തരം കടത്തിവിട്ട ആത്മനിയന്ത്രണമെന്ന ഒന്ന് എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ ഭീകരരൂപത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയേനെ. മരണം തൊട്ടുമുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയിലും ഭയത്തിലും എത്തിച്ചേർന്നിരുന്ന ലില്ല നിശ്ചലയായിരിക്കുകയാണ്. മിമയാകട്ടെ തൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആത്മീയമായ ഏതോ തലത്തിലേക്ക് ആണ്ടിറങ്ങുകയും അജ്ഞാതമായ ഏതോ ഒരു ശക്തിയുടെ പിൻബലത്താൽ അവൾ കരുത്തു നേടാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ. അതല്ലാതെ മറ്റെല്ലാ ചിന്തകളും അവളിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ഇനി എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ, എൻ്റെ എല്ലാ ശക്തിയും എന്നിലുണ്ടായിരുന്ന എല്ലാ ആത്മവിശ്വാസവും ഒരു ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിവരിഞ്ഞിട്ടതുപോലെയാണ് അനുഭവപ്പെട്ടത്. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ അല്പമെങ്കിലും പ്രവർത്തനക്ഷമമായിരുന്നത് കണ്ണും കാതും മാത്രമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു നിശ്ചല ദൃശ്യത്തിലെ കഥാപാത്രങ്ങളെപ്പോലെ ആയിത്തീർന്നെന്ന് പറയാനാവും. ആലോചിക്കാനും പ്രവർത്തിക്കാനുമുള്ള കരുത്ത് ഞങ്ങളിൽ നിന്നും ചോർന്നു പോയിരുന്നെങ്കിലും ആ നിമിഷത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഒരു സ്വപ്നാടകയെപ്പോലെ മിമയുടെ കൈകൾ എന്തോ ഒന്ന് കൈക്കലാക്കാനെന്ന വണ്ണം ചലിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ കൈകൾ ലില്ലയുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ഒരു വിദ്യുത് പ്രവാഹം ശരീരത്തിലേക്ക് സന്നിവേശിച്ചതുപോലെ ലില്ല പെട്ടെന്ന് തന്നെ ഉണർന്നെഴുന്നേറ്റു. അവളുടെ മുഴുവൻ കരുത്തും തിരിച്ചെത്തുന്നത് പോലെ അനുഭവപ്പെട്ടു. ഒരു പുത്തൻ ഉണർവ് അവളിൽ ദൃശ്യമായി. അവൾ അക്ഷരാർത്ഥത്തിൽ മാറുകയായിരുന്നു. അതുവരെയും ഉറങ്ങിക്കിടന്നിരുന്ന അതീന്ദ്രിയമായതും വന്യമായതുമായ ഒരു ആന്തരിക ശക്തിയുടെ തിളക്കം അവളുടെ മുഖത്ത് വ്യാപിച്ചു. ദൈവീകമായ ഒരു ദിവ്യശക്തി എന്ന് പറയാനാവും വിധം അത് അത്രമാത്രം ശക്തിയുള്ളതായിരുന്നു. അവൾ ഇരിപ്പിടത്തിൽ നിന്നും യാന്ത്രികമായിട്ടെന്നവണ്ണം എഴുന്നേറ്റ് വലതു കൈ ഉയർത്തിപ്പിടിച്ച് നേരെ മിസ്റ്റർ കാസ്വാളിന് മുന്നിലേക്ക് നടന്നു. അയാളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കാൻ തുടങ്ങി. ഏതോ ഒരു അതീന്ദ്രിയമായ ശക്തി അവളുടെ കണ്ണുകളിൽ നിന്നും അയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് പോലെ അയാൾ അവളുടെ നോട്ടത്തിന് മുന്നിൽ പകച്ചുപോയി. ക്രമേണ അയാളുടെ എല്ലാവിധ കരുത്തും ചോർന്നു പോകുന്നത് പോലെ. അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടതോടെ അയാൾ പതുക്കെ പതുക്കെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നീങ്ങുന്നതാണ് ഞാൻ കണ്ടത്. അയാൾ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ലില്ലയാകട്ടെ മുന്നോട്ടും നടന്നു. അയാൾ മുറി വിട്ട് പുറത്തേക്ക് പോകുന്നതുവരെ ലില്ല അയാളെ പിന്തുടർന്നു. പെട്ടെന്ന് തന്നെ പരിസരത്ത് എവിടെ നിന്നോ പ്രാവുകളുടെ ശക്തമായ കുറുകൽ ഉയർന്നു കേട്ടു. ആ കുറുകൽ ക്രമേണ ശക്തി പ്രാപിച്ചു വന്നു. ഏതെല്ലാമോ ജീവികളുടെ ശബ്ദം ഉയർന്നു വരികയും അത് കൂടുതൽ ഉച്ചത്തിലാവുകയും പെട്ടെന്ന് നിലയ്ക്കുകയും ചെയ്തു. മിസ്റ്റർ കാസ്വാളിന് നേർക്ക് ലില്ല തൊടുത്തുവിട്ട ആത്മീയമായ ശക്തിവിശേഷം അതിന് വിജയത്തിലേക്ക് എത്തിയതിൻ്റെ സൂചനകളായിരുന്നു അവിടെ കണ്ടത്. ലില്ലയുടെ നോട്ടം നേരിടാനാവാതെ തൻ്റെ കൈകൾ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ചുവടും പിന്നിലേക്ക് നടന്നു നീങ്ങിയ മിസ്റ്റർ കാസ്വാൾ അവസാന മുറിയിൽ നിന്നും പുറത്തെ സൂര്യപ്രകാശത്തിലേക്ക് എത്തിച്ചേർന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചതോടെ ഞാനും ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാനാവുന്നുണ്ട്. എൻ്റെ കാഴ്ചശക്തി അല്പം മങ്ങലോടെ ആയിരുന്നെങ്കിലും അവിടെ സന്നിഹിതരായിരുന്ന ദുഷ്ടശക്തികളെ എനിക്കിപ്പോൾ തിരിച്ചറിയാനാവുന്നുണ്ട്. നേരത്തെ ഒരു മൂടുപടം എൻ്റെ മുഖത്തേക്ക് വലിച്ചിട്ടതുപോലെ തോന്നിയിരുന്നു. ഒരു യുദ്ധം വിജയിച്ചതിൻ്റെ സന്തോഷാധിക്യത്താൽ എന്ന വണ്ണം ലില്ല അബോധാവസ്ഥയിലേക്ക് പതിക്കാൻ തുടങ്ങിയപ്പോൾ മിമ അവളെ തൻ്റെ കൈകളിലേക്ക് താങ്ങിപ്പിടിച്ചു. മിമ ആ സമയം ഉത്കണ്ഠാകുലയായിരുന്നെങ്കിലും അവളുടെ മുഖത്തും വിജയത്തിൻ്റെ സന്തോഷം തിരിയടിച്ചിരുന്നു. തുറന്നു കിടന്ന ജനാലയിലൂടെ പുറത്തെ ഈ കാഴ്ചകളെല്ലാം ഞാൻ നല്ല സൂര്യപ്രകാശത്താൽ തിളങ്ങി നിന്ന പ്രകൃതിയുടെ സഹായത്തോടെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ പ്രകൃതിയുടെ രൂപം മാറാൻ തുടങ്ങി. പ്രകാശത്തെ പൂർണ്ണമായി മറച്ചുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലത്തിൽ എവിടെ നിന്നോ ഒരു പക്ഷിക്കൂട്ടം കറുത്തിരണ്ട കാർമേഘങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ പറന്നിറങ്ങുകയായിരുന്നു. ആദം പറഞ്ഞതെല്ലാം ക്ഷമയോടെ സർ നദാനിയിൽ കേട്ടിരുന്നു.
പിറ്റേ ദിവസം പ്രഭാതത്തിൽ പൂർണ്ണമായ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ യഥാർത്ഥത്തിലുള്ള അപകടത്തിൻ്റെ തീവ്രത ആദം തിരിച്ചറിയുകയായിരുന്നു. ദേശാടകരും സാമാന്യ വലിപ്പവുമുള്ള പക്ഷിക്കൂട്ടങ്ങളുടെ പറന്നിറങ്ങലിനെക്കുറിച്ചുള്ള വാർത്തകളാണ് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരുന്നത്. ഇക്കാര്യത്തിൽ വിദഗ്ധരായ വ്യക്തികൾ അവരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകിക്കഴിഞ്ഞിരുന്നു. എങ്ങനെ ഈ മാരക വിപത്തിനെ നേരിടാനാകുമെന്ന കാര്യത്തിൽ ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ ഈ വാർത്തകൾ സാധാരണക്കാരായ മനുഷ്യരെ സൃഷ്ടിച്ചത് ഭയവും പരിഭ്രാന്തിയും മാത്രമായിരുന്നു. പകൽ മുഴുവനും എവിടെ നിന്നെന്നറിയാനാവാത്ത വിധം കൂറ്റൻ പക്ഷിക്കൂട്ടങ്ങൾ നാനാദിക്കുകളിൽ നിന്നും ആ പ്രദേശങ്ങളിലേക്ക് പറന്നിറങ്ങുകയാണ്. ഒരു കൂട്ടം പറന്നിറങ്ങുമ്പോൾ മറ്റൊരു കൂട്ടം എങ്ങോട്ടോ പറന്നുയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പറന്നു പോകുന്ന കൂട്ടങ്ങളെ കാണുന്നുണ്ടെങ്കിലും പക്ഷികളുടെ ആകെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. തറയിലേക്കെത്തിയ അവറ്റകൾ ഭയാനകമായതും അരോചകമായതുമായ ശബ്ദം പുറപ്പെടുവിക്കുകയും ചിറകുകൾ വിടർത്തി തങ്ങളുടെ യഥാർത്ഥ രൂപം ജനങ്ങൾക്കാണെ പ്രദർശിപ്പിക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു. അവറ്റകളുടെ ചേഷ്ടകൾ കണ്ടാൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരാക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന ഭാവമായിരുന്നു. അവരുടെ അസഹ്യമായ ശബ്ദം അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കി. വീടുകളുടെ ജനാലകൾ അടച്ചിട്ടിരുന്നാൽ പോലും ആ അരോചക ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരുന്നു. അവറ്റകളുടെ ശബ്ദം ജനതയുടെ സ്വൈര്യത്തെ അപ്പാടെ തകർത്തു കളഞ്ഞു. പ്രകൃതിരമണീയവും ശാന്തവുമായിരുന്ന ഒരു ഗ്രാമീണ പ്രദേശത്തിൻ്റെ എല്ലാ സ്വച്ഛതയും ഇല്ലാതാക്കിക്കൊണ്ട് ആ ജീവികൾ അവിരാമം വിഹരിക്കാൻ തുടങ്ങി. വരാനിരിക്കുന്ന ഏതോ വലിയ ദുരന്തത്തിൻ്റെ സൂചനയായിട്ടാണ് ഇതെല്ലാം നാട്ടുകാർക്ക് അനുഭവപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം സമീപ പ്രദേശങ്ങളിൽ നിന്നും കേട്ട വാർത്തകൾ ഇതിനേക്കാൾ ഭീതിതമായിരുന്നു. തണുപ്പുകാലത്തിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്നത് പോലെ മണ്ണിൻ്റെ ബലപുഷ്ടിയിൽ പെട്ടെന്ന് ഇടിവുണ്ടായി. വരാനിരിക്കുന്ന ഏതോ വലിയ ദുരന്തത്തിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഗ്രാമീണർ ഭയപ്പാടോടെ ഓർത്തു. ഏതെങ്കിലും കാരണത്താൽ എപ്പോഴെങ്കിലും പക്ഷിക്കൂട്ടം ഒന്നിച്ചൊന്നായി പറന്നുയരുന്ന വേളകളിൽ ഗ്രാമീണരായ കൃഷിക്കാർ ഭൂമിയിലേക്ക് ഉറ്റുനോക്കി നെടുവീർപ്പിട്ടു. പക്ഷികൾ പറന്നിറങ്ങിയ പ്രദേശം അത്രയും വിണ്ടുകീറി കൃഷിയോഗ്യമല്ലാതെ കിടക്കുന്നു. ഒരു മഹാമാരി പോലെ പെയ്തിറങ്ങിയ പക്ഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്ന ദുരിതങ്ങളിൽ നിന്നും തൻ്റെ നാട്ടുകാരെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന ചിന്തയിലായിരുന്നു മിസ്റ്റർ എഡ്ഗാർ കാസ്വാൾ. ഇക്കാര്യം തന്നെ ആലോചിച്ച് അയാളുടെ തലച്ചോറ് തന്നെ പൊഞ്ഞു തുടങ്ങി. അവസാനം ഈ മഹാമാരിയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു മാർഗം അയാളുടെ തലച്ചോറിൽ പൊന്തി വന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ചൈനയിലെ ജനങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിച്ചതെന്ന് അയാൾ ഓർത്തെടുത്തു. യാങ്ഡിക്സ് നദിയുടെ പോഷക നദികളിൽ നിന്നും ജലസേചനം നടത്തി കൃഷി ചെയ്തിരുന്ന വിശാലമായ നെൽകൃഷിപ്പാടങ്ങളിൽ ഒരു നാൾ അപ്രതീക്ഷിതമായി പറന്നെത്തിയ ലക്ഷക്കണക്കിന് പക്ഷിക്കൂട്ടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും തങ്ങളുടെ കൃഷിയെ രക്ഷിക്കാനായി അവർ കണ്ടെത്തിയ അതേ മാർഗം തന്നെ ഇവിടെയും പ്രയോഗിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കാസ്വാൾ ചിന്തിച്ചു. ചൈനയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും കൃഷിക്കാരായ നാട്ടുകാർക്ക് ഇത്തരം പക്ഷിക്കൂട്ടങ്ങളുടെ ആക്രമണം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവർ ഇതിനെ പ്രതിരോധിക്കാനായി കണ്ടെത്തിയ മാർഗം ഭീമാകാരമായ ഒരു പട്ടമുണ്ടാക്കി അതിനെ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടുകയും ദിവസം മുഴുവനും അത് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതിനായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. പട്ടത്തിൻ്റെ ആകൃതി ഒരു കഴുകൻ്റെ രൂപമായിരുന്നു. കൂറ്റൻ കഴുകനെ കണ്ട മാത്രയിൽ തന്നെ പേടിച്ചിരണ്ട പക്ഷിക്കൂട്ടങ്ങൾ എങ്ങോ പോയി മറിഞ്ഞിരുന്നു. ആ പട്ടം പിന്നെയും നാളുകളോളം അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ പറന്നു കളിച്ചതിനാൽ കൃഷിക്കാർക്ക് പക്ഷിക്കൂട്ടങ്ങളുടെ ആക്രമണം അടുത്ത കാലത്തൊന്നും നേരിടേണ്ടി വന്നതുമില്ല. ഇക്കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത മിസ്റ്റർ കാസ്വാൾ ഉടൻ തന്നെ തൻ്റെ ജോലിക്കാരെ വിളിച്ചു വരുത്തി ഒരു കൂറ്റൻ പട്ടം നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി. പട്ടത്തിൻ്റെ നിർമ്മാണം തകൃതിയായി നടന്നു. കാസ്വാൾ തന്നെ നേരിട്ടെത്തി അതിന് മേൽനോട്ടം വഹിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ കൂറ്റൻ പട്ടത്തെ വലിയ ചരടുകളിൽ ബന്ധിപ്പിച്ച് ആകാശത്തേക്ക് പറത്തുകയും അത് ദൂരേക്ക് പറന്നു പോകാത്ത വിധം ഭൂമിയോട് ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്തു. കഴുകൻ രൂപത്തെ കണ്ട പക്ഷിക്കൂട്ടങ്ങൾ പേടിച്ചെങ്ങോട്ടോ പോയി മറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കൂടി ആ പട്ടം അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നതിനാൽ കാസ്ട്രാ റെഗിസ് കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അങ്ങ് വിദൂരതയിലേക്ക് നോക്കിയാൽ പോലും ഒരു പക്ഷിയെപ്പോലും കണ്ടുകിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ പക്ഷിക്കൂട്ടങ്ങളെ തുരത്താൻ ഈ ചെപ്പടി വിദ്യ കൊണ്ട് കഴിഞ്ഞെങ്കിലും വരാനിരിക്കുന്ന ഏതോ മഹാദുരന്തത്തിൻ്റെ സൂചനകളാണെന്ന് പ്രകൃതി മുന്നറിയിപ്പുകൾ നൽകുന്നത് പോലെ തോന്നിത്തുടങ്ങി. എല്ലാ പക്ഷികളും ആ പ്രദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരുടെ ചിലമ്പലുകളും ഇമ്പമാർന്ന ശബ്ദകോലാഹലങ്ങളും ഒന്നാകെ നിലച്ചിരിക്കുന്നു. പ്രകൃതി ഭയാനകമായ വിധത്തിൽ ശോകമുഖമായിരിക്കുന്നു. കാര്യങ്ങൾ അവിടെയും അവസാനിച്ചില്ല. മറ്റു മൃഗങ്ങളിലേക്കും ഈ ഭയാനകമായ നിശബ്ദത പടർന്നു പിടിച്ചിരിക്കുന്നു. സർവ്വജീവജാലങ്ങളും ഒന്നിച്ച് നിശബ്ദരായിരിക്കുന്നത് പോലെ ഈ നിശബ്ദത വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഭയാനകമായ ഈ നിശബ്ദത എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തെ സാരമായി ബാധിച്ചു. പക്ഷികളുടെ പാട്ടുകളും ചിലമ്പലുകളും മാത്രമല്ല നിലച്ചത്. കൃഷിയിടങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്ന കാളകളുടെ മുക്രയിടലും പശുക്കളുടെ അമറലും എല്ലാം നിലച്ചിരിക്കുന്നു. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്ന വ്യത്യസ്തമായ ശബ്ദങ്ങൾ പെട്ടെന്ന് പോയി മറഞ്ഞിരിക്കുന്നു. പ്രകൃതി ഒരു മരണവീട് പോലെ നിശബ്ദമായിരിക്കുന്നു. ശബ്ദമില്ലാത്ത ആ പ്രകൃതി കൂടുതൽ ഭീകരമായിരുന്നു, കൂടുതൽ ഭയാനകമായിരുന്നു. ആത്മാവില്ലാത്ത മനുഷ്യരെ പോലെയായിരുന്നു. അത് എല്ലാ മനുഷ്യരിലും മരണഭയം വളർത്തിക്കൊണ്ടുവന്നു. വയലേലകളെല്ലാം വിണ്ടുകീറി ഊഷരമായി.
പ്രായം ചെന്ന വിശ്വാസികളായ മനുഷ്യർ സദാനേരവും ദൈവത്തെ വിളിച്ച് ഈ ആപത്തിൽ നിന്നും തങ്ങളെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ശൂന്യത നാടെങ്ങും പടർന്നു പിടിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് ഭൂപ്രദേശങ്ങളിലെല്ലാം നാളിന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധം ക്ഷാമം പടർന്നു പിടിച്ചു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുഖം സദാസമയവും ദുഃഖമയമായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുപോലെ, ജീവിതത്തോടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായതുപോലെ, അവരുടെ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ നിലച്ചു പോയിരിക്കുന്നു. ഭൂമിയിലെ ഈ നിശബ്ദത അവർക്ക് മരണതുല്യമായിരുന്നു. എവിടേക്ക് നോക്കിയാലും ഭയം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പുരുഷന്മാർ ഏറെ നിരാശരായിത്തീർന്നു. അവരുടെ യുക്തിബോധവും പ്രായോഗിക ബുദ്ധിയും ആരോ ചങ്ങലക്കിട്ടതുപോലെയാണ് അനുഭവപ്പെട്ടത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ മിസ്റ്റർ എഡ്ഗാർ കാസ്വാൾ പ്രതിവിധിയെക്കുറിച്ച് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ചിന്തിച്ചത്, ആ കൂറ്റൻ പട്ട നശിപ്പിച്ചു കളയുകയോ അല്ലെങ്കിൽ അത് തിരിച്ച് നിലത്തിറക്കി പ്രവർത്തനമില്ലാതാക്കുകയോ ചെയ്യുകയാണ് നല്ലതെന്നായിരുന്നു. എന്നാൽ കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ് ചെയ്തത്. പട്ടം നിലത്തിറക്കിയ ആ നിമിഷം തന്നെ കൂടുതൽ ശക്തരും കരുത്തരുമായി പക്ഷികൾ കൂട്ടത്തോടെ ഭൂമിയിലേക്ക് വീണ്ടും പറന്നിറങ്ങി. അവരുടെ എണ്ണം മുമ്പത്തേക്കാൾ കൂടുതലായിരുന്നു താനും. കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന ഗ്രാമീണർ അവരുടെ രോഷം മുഴുവനും കാസ്ട്രാ റെഗിസ് കൊട്ടാരത്തിന് നേർക്കാണ് തിരിച്ചുവിട്ടത്. ഭീമാകാരമായിരുന്ന ആ പട്ടം ആ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കിയ ദുശകനങ്ങളുടെ യഥാർത്ഥ കാരണം അജ്ഞാതമായി തുടർന്നു. ആ പട്ടത്തിൻ്റെ അദൃശ്യമായ സ്വാധീനം എല്ലാ മനുഷ്യരിലേക്കും അനുക്രമം വ്യാപിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഭയാക്രാന്തരും അസ്വസ്ഥരുമായിരുന്നു. മെഴ്സി ഫാമിലെ മനുഷ്യർക്ക് അതുണ്ടാക്കിയത് യഥാർത്ഥ മരണത്തിൻ്റെ തീവ്രത തന്നെയായിരുന്നു. ലില്ലയിലാണ് അതിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ ദൃശ്യമായത്. അവൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരു പ്രാവായിരുന്നുവെങ്കിൽ ആ പ്രാവിൻ്റെ തലയ്ക്ക് മുകളിൽ ഇപ്രകാരം ഒരു കൂറ്റൻ പട്ടം അതിന് പറക്കാനാവാത്ത വിധം വിലങ്ങുതടിയായി നിന്നിരുന്നുവെങ്കിൽ അനുഭവപ്പെടുമായിരുന്ന ഭയത്തേക്കാൾ തീവ്രമായിരുന്നു ഇപ്പോൾ അവൾക്കുണ്ടായിരിക്കുന്ന സങ്കടങ്ങൾ. ഓരോ മനുഷ്യരും തങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുക പതിവായിരുന്നു. ചർച്ചകളിലൂടെ അവർക്ക് കിട്ടുന്ന അറിവുകളെ അവർ താരതമ്യം ചെയ്ത് വീണ്ടും ചർച്ച ചെയ്തു. അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ മേഖലയിലെ എല്ലാ മനുഷ്യരും ആ പട്ടമുണ്ടാക്കിയ ദുരന്തം അനുഭവിക്കുമ്പോഴും ഒരാൾക്ക് മാത്രം, നീഗ്രോയായ ഊലങ്കയ്ക്ക് മാത്രം യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ്. അവൻ്റെ കരുത്തുറ്റ ശരീരത്തിലേക്ക്, അവൻ്റെ കാഠിന്യമേറിയ നാഡീവ്യൂഹത്തിലേക്ക്, അവൻ്റെ പ്രാകൃതമായ ശരീരപ്രകൃതിയിലേക്ക് കടന്നു കയറാൻ മാത്രം യാതൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ലെന്നോർത്തപ്പോൾ എല്ലാ മനുഷ്യർക്കും അത്ഭുതമാണ് തോന്നിയത്. ഇക്കാര്യത്തെക്കുറിച്ച് ആദം ഗൗരവമായി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആദം അവസാനം എത്തിച്ചേർന്ന നിഗമനം ഇങ്ങനെയായിരുന്നു: സാധാരണക്കാരായ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ ആ നീഗ്രോയെ ഒട്ടും ബാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ ദുരിതങ്ങളും സങ്കടങ്ങളും അവനെ സന്തോഷിപ്പിക്കുന്നു, അവനെ അത് കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. ഇനി ലേഡി ആരബെല്ലയെക്കുറിച്ച് പറഞ്ഞാൽ, അവരുടെ മരവിച്ച മനസ്സും ശരീരവും ഒരിക്കലും മറ്റുള്ളവരുടെ വേദനകളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായിരുന്നില്ല. മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും അവരെ ഒട്ടും അലോസരപ്പെടുത്തിയിരുന്നില്ല. ഇത്തരം സ്വഭാവപ്രകൃതമുള്ള മറ്റൊരാൾ മിസ്റ്റർ എഡ്ഗാർ കാസ്വാളാണ്. ജന്മനാഥൻ്റെ പരുക്കനും ദയയുടെ കാരുണ്യം അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവനുമായ കാസ്വാളിനെ സംബന്ധിച്ചിടത്തോളം അന്നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അടിമകളോ അല്ലെങ്കിൽ മൃഗതുല്യരോ ആയിരുന്നതിനാൽ അവരുടെ സങ്കടങ്ങളൊന്നും അയാളെയും ബാധിച്ചില്ല. എന്നാൽ മിസ്റ്റർ വാട്ട്ഫോർഡിൻ്റെയും സാൾട്ടൻ്റെയും നദാനിയലിൻ്റെയും കാര്യം അങ്ങനെ ആയിരുന്നില്ല. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ സ്വന്തം ദുഃഖങ്ങളായി ഏറ്റെടുത്തിരുന്ന അവർക്ക് ഒരു അശനിപാതം പോലെ ആ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ മഹാദുരന്തത്തിൽ നിന്നും എങ്ങനെ കരകയറാനാകുമെന്ന ചിന്തയായിരുന്നു സദാസമയവും. ദുരന്തം അതിൻ്റെ കാഠിന്യം കൂടുതൽ ചൊരിഞ്ഞത് ലില്ലയുടെ നേർക്കാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും അവൾ വിളറി വെളുത്തുകൊണ്ടിരുന്നു. സങ്കടത്താൽ അവളുടെ കണ്ണുകൾ സദാസമയവും നിറഞ്ഞിരുന്നു. അവളുടെ മുഖത്തെ തേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ലില്ലയുടെ ദുഃഖം മിമയെയും സങ്കടപ്പെടുത്തി. അവൾ എപ്പോഴും ലില്ലയോടൊപ്പം അവളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് സമയം നീക്കി. ഈ ദുരന്തത്തിൽ നിന്നും കരകയറാനുള്ള രക്ഷോപാധികളൊന്നും തന്നെ അവളുടെ കയ്യിലില്ലാത്തതിനാൽ മിമ ക്ഷമാപൂർവം എല്ലാം നോക്കി നിന്നു. അവൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകർന്നത് ആദം സാൾട്ടൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനം മാത്രമായിരുന്നു.